ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് മിയോസിസ് പഠിക്കാം. മിയോസിസ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി അടുത്തത് മിയോസിസിൻ്റെ കീ ഫീച്ചേഴ്സാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. പക്ഷേ അത് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് മിയോസിസ് എന്താണെന്ന് പഠിച്ചിട്ട് അവസാനം അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്നൊന്ന് നോട്ട് ചെയ്ത് പോകാം. അന്നേരം അത് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ ഒരു ബോക്സ് കണ്ടില്ലേ. മിയോട്ടിക് ഈവൻറ്റ്സ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് അണ്ടർ ദ ഫോളോയിങ് ഫേസസ്. രണ്ട് സീക്വൻഷ്യൽ സൈക്കിൾസ് ആയിട്ടാണ് മിയോസിസ് നടക്കുന്നത്. ഒന്നാണ് മിയോസിസ് 1. അതിനുശേഷം ഫസ്റ്റ് ഈസ് മിയോസിസ് 1. ആഫ്റ്റർ ദാറ്റ് ദ സെൽ വിൽ അണ്ടർഗോ മിയോസിസ് 2. അങ്ങനെ ഫൈനലായിട്ട് ഒരു സെല്ല് മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്ത് അതിൻ്റെ ഡോട്ടർ സെൽസ് ഉണ്ടാക്കും. എത്ര എണ്ണം ഉണ്ടാക്കും, എങ്ങനെയാണ് എന്നെല്ലാം നമുക്ക് പുറകെ പഠിക്കാം. ഓക്കെ, അതിന് മുന്നേ ഇപ്പം ജസ്റ്റ് പഠിക്കേണ്ടത് മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. മിയോസിസ് 1-ൽ നമ്മൾ മൈറ്റോസിസിൽ പഠിച്ച പോലെ തന്നെ മൈറ്റോസിസിൽ കാരിയോകൈനസിസിൽ 4 ഫേസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സ്റ്റേജിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യത്യാസമുണ്ട്, പക്ഷേ സ്റ്റേജിൻ്റെ പേരൊക്കെ സെയിം ആണ്. മിയോസിസ് 1-ലെ ഇത്തരത്തിലുള്ള സ്റ്റേജുകളെ പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1 എന്നാണ് വിളിക്കുന്നത്. കണ്ടില്ലേ? അത് മിയോസിസ് 2-ലാവുമ്പോഴോ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടീലോഫേസ് 2. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മിയോസിസ് 1, ഫസ്റ്റ് 1 ആണ് മിയോസിസ് 1. ഇതിൽ പ്രോഫേസ് 1 ആണ് ആദ്യത്തെ ഫേസ്. പ്രോഫേസ് ഓഫ് ദ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ഈസ് ടിപ്പിക്കലി ലോങ്ങർ ആൻഡ് മോർ കോംപ്ലെക്സ് വെൻ കമ്പയർഡ് ടു ദ പ്രോഫേസ് ഓഫ് മൈറ്റോസിസ്. നമ്മൾ മൈറ്റോസിസിൽ പഠിച്ച പ്രോഫേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മിയോസിസ് 1-ലെ ഈ പ്രോഫേസ് 1 എന്ന് പറയുന്നത് ടിപ്പിക്കലി ലോങ്ങർ ആയിരിക്കും. അതുപോലെ തന്നെ മോർ കോംപ്ലെക്സും ആയിരിക്കും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ സ്റ്റേജിലാണ്. ഓക്കെ, it has been further subdivided into the following 5 phases based on the chromosomal behavior. 5 ഫേസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്രോഫേസ് 1-നെ. ദാറ്റ് ആർ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിക്കണം നന്നായിട്ട്. അപ്പോൾ പ്രോഫേസ് 1-ലെ 5 ഫേസുകളാണ് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഇപ്പം ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ് ഇങ്ങനെയല്ല കിടക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ നുറുക്ക് വിദ്യകളിലൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഓർമ്മ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരെണ്ണം പറഞ്ഞു തരാം. ലിസി പാഡഡി എന്ന് ഓർത്താൽ മതി. ലിസി LZ ലിസി. പാഡഡി എന്ന് പറയുമ്പോൾ PDD ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡ് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടുപിടിച്ചായിട്ടും പഠിക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ച് നമ്മൾ അങ്ങനെ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത്. അല്ലാതെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതേ ഓർഡറിലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ പേരുകളൊക്കെ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ പെട്ടെന്ന് പഠിക്കും, പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു ക്രോമോസോമൽ ബിഹേവിയറിനെ വെച്ചിട്ടാണ് ഇങ്ങനെ 5 ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അത് മറക്കരുത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഡ്യൂറിങ് ലെപ്റ്റോട്ടീൻ സ്റ്റേജ് the chromosome become gradually visible under the light microscope. The compaction of chromosome continues throughout the leptotin, and this is followed by the second stage of prophase 1, that is called zygote. അതായത് ലെപ്റ്റോട്ടീനിൽ എന്താണ് നടക്കുന്നത്? ക്രോമോസോം ഗ്രാജുവലി വിസിബിൾ ആയിട്ട് വരുന്നു. അതായത് നമ്മൾ അന്ന് പ്രോഫേസ് പഠിച്ചപ്പോൾ എന്താണ് പഠിച്ചത്? മൈറ്റോസിസിൽ പ്രോഫേസ് പഠിച്ചില്ലേ? അപ്പോൾ എന്താ പഠിച്ചത്? നമ്മുടെ ന്യൂക്ലിയസിനകത്ത്, ആ പേരൻറ് സെല്ലിലെ ന്യൂക്ലിയസിനകത്ത് ക്രൊമാറ്റിൻ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അത് കണ്ടൻസേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മെയിൻ പോയിന്റ് അല്ലേ അവിടുത്തെ? അതെ, കണ്ടൻസേറ്റ് ചെയ്ത് ക്രോമോസോംസ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് തുടർന്നുള്ള സ്റ്റേജുകളിൽ ക്രോമോസോം കുറച്ച് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്താ വരുന്നത്? ഇവിടെയും അത് തന്നെയാണ്. ക്രോമോസോമൽ മെറ്റീരിയലിൽ നിന്നും കണ്ടൻസേറ്റ് ചെയ്ത് ക്രോമോസോംസ് ഉണ്ടാകുകയാണ്. ആ ഒരു കോമ്പാക്ഷൻ നടക്കുന്നു ഈ ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ. അതുമാത്രമാണ് ഈ ലെപ്റ്റോട്ടീൻ സ്റ്റേജിൻ്റെ പ്രത്യേകത. വളരെ ചെറിയൊരു സ്റ്റേജാണ്. അടുത്തതാണ് സൈഗോട്ടീൻ. അത് കഴിഞ്ഞ് വരുന്ന സൈഗോട്ടീൻ സ്റ്റേജിൽ ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ക്രോമോസോം സ്റ്റാർട്ട് പെയറിംഗ് ടുഗെദർ ആൻഡ് ദിസ് പ്രോസസ് ഓഫ് അസോസിയേഷൻ ഈസ് കോൾഡ് സിനാപ്സിസ്. ഓക്കെ, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? സൈഗോട്ടീൻ സ്റ്റേജിൽ ഒരു പ്രത്യേകത വന്നു. ഇങ്ങനെ ഉണ്ടായ ക്രോമോസോംസ് പെയർ ചെയ്യാൻ തുടങ്ങി. പെയർ ചെയ്തു. അതിനെയാണ് സിനാപ്സിസ് എന്ന് വിളിച്ചത്.
ഇങ്ങനെ ക്രോമോസോംസ് ഉണ്ടാവില്ലേ, ഈ ക്രോമോസോംസ് 2 എണ്ണം വീതം ഒന്നിച്ച് വന്നു. 2 എണ്ണം ഒന്നിച്ച് വരുന്നതാണല്ലോ പെയർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പെയർ ആയിട്ട് ഇരുന്നു. ഇതിനെയാണ് സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. സച്ച് പെയർഡ് ക്രോമോസോംസ് ആർ കോൾഡ് ഹോമോലോഗസ് ക്രോമോസോംസ്. അങ്ങനെ പെയർ ചെയ്ത ക്രോമോസോമുകളെ നമ്മൾ എന്ത് വിളിക്കും? ഹോമോലോഗസ് ക്രോമോസോം. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ പിക്ചറിൽ കണ്ടോ 2 ക്രോമോസോം? ഇങ്ങനെ പെയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? സിനാപ്സിസ് എന്ന് വിളിച്ചത്. അത് മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു കോംപ്ലക്സിനെ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. So here these are the homologous chromosomes. Okay, so during zygotine stage chromosomes start pairing together and that is called synapsis, and such paired chromosome അങ്ങനെ പെയർ ചെയ്ത ക്രോമോസോമുകളെ വിളിക്കുന്നതാണ് homologous chromosome എന്ന്. And the electron micrographs of this stage indicate that chromosome synapsis is accompanied by the formation of complex structure called സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ക്രോമോസോംസ് വന്ന് പെയർ ചെയ്ത് കഴിയുമ്പം, ആ ഒരു സിനാപ്സിസ് നടന്നു കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ കാണുന്ന ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിനെയാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോഗ്രാഫ്സിലാണ് കാണുന്നത്. എ കോംപ്ലക്സ് ഫോംഡ് ബൈ എ പെയർ ഓഫ് സിനാപ്സ്ഡ് ഹോമോലോഗസ് ക്രോമോസോം ഈസ് കോൾഡ് എ ബൈവാലന്റ് ഓർ എ ടെട്രാഡ്. നമുക്ക് ബൈവാലന്റും ടെട്രാഡും എന്താണെന്ന് നോക്കാം. സോ ദിസ് ഈസ് കോൾഡ് എ ടെട്രാഡ് പറയുമ്പം ഇവിടെ ഇപ്പം നിങ്ങൾ ക്രോസിംഗ് ഓവർ ഒക്കെ കാണാം. അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റേജിൽ പഠിക്കാം. അതല്ലാതെ ഇപ്പോൾ ടെട്രാഡ് എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഇതാണ് ഒരു ടെട്രാഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? ഓക്കെ, അതായത് ഈ ഒരു പെയറിങ്ങിനെ നമ്മൾ എന്ത് വിളിച്ചു? സിനാപ്സിസ് എന്ന് വിളിച്ചു. ഈ ഒരു പെയറിങ്ങിനെ സിനാപ്സിസ് എന്ന് വിളിച്ചു. ആ പെയറിങ് നടന്ന ശേഷം നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ പോലെ കാണാം. ആ ഒരു സ്ട്രക്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞു. അത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്താണ് ടെട്രാഡ് എന്നാണ് പഠിക്കുന്നത്. ഇവിടെ 2 ഹോമോലോഗസ് ക്രോമോസോം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ബ്ലൂ കളറിലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് റെഡ് കളറിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഹോമോലോഗസ് ക്രോമോസോമുകൾ ഉണ്ട്. ഈ 2 ക്രോമോസോമിൻ്റെ ഈ താഴത്തെ ഈ ഒരു എൻഡിൽ കണ്ടോ 4 ക്രൊമാറ്റിഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ബ്ലൂ കളർ ക്രോമോസോം എടുക്കുകയാണെങ്കിൽ ഇതിന് ഇവിടെ 2 ക്രൊമാറ്റിഡ്സ് ഉണ്ട്. ഈ 2 ക്രൊമാറ്റിഡും എന്താണ്? അതിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. മനസ്സിലായോ? ഈ റെഡിനും അതുപോലെ 2 ക്രൊമാറ്റിഡ്സ് ഉണ്ട്. ഈ 2 ക്രൊമാറ്റിഡ്സും ഈ റെഡ് കളർ ക്രോമോസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. മനസ്സിലായല്ലോ? സോ അപ്പം നമ്മൾ നോക്കുമ്പം ഈ ഒരു ഭാഗത്ത് 4 ക്രൊമാറ്റിഡുകളെ കാണാം അല്ലേ? അതിനെയാണ് ഒരു ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? 4 ഹോമോലോഗസ് ക്രൊമാറ്റിഡുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? ഉണ്ടല്ലോ. അതുപോലെ ഒരു ടെട്രാഡ് ഫോം ചെയ്യുന്നത് എത്ര ക്രോമോസോം വെച്ചിട്ടാണ്? 2 ക്രോമോസോം. ആ 2 ക്രോമോസോം എന്താണ്? ഹോമോലോഗസ് ആയിരിക്കും. ദാറ്റ് ഈസ് 2 ഹോമോലോഗസ് ക്രോമോസോമും ഉണ്ടായിരിക്കും. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ടെട്രാഡ്? ഇറ്റ് ഹാസ് 4 homologous chromatids and 2 homologous chromosomes. Okay, I think you got it. So നമ്മളിപ്പം ഒരു ബൈവാലന്റ് അഥവാ ഒരു ടെട്രാഡ് എന്നാണ് വിളിക്കുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ബൈവാലന്റ് എന്ന് ഉദ്ദേശിച്ചത് 2 ഹോമോലോഗസ് ക്രോമോസോം അവിടെ വന്ന് ഇരിക്കുന്നത് കൊണ്ടാണ്, പെയർ ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായല്ലോ? ഹവർ ദീസ് ആർ മോർ ക്ലിയർലി വിസിബിൾ അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിലാണ് കുറച്ചും കൂടെ വിസിബിളായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുന്നത്. The first 2 stages of prophase 1 are relatively short-lived compared to the next stage, that is പാക്കിറ്റീൻ. ഇപ്പോൾ പാക്കിറ്റീൻ എന്നൊരു സ്റ്റേജിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ പ്രോഫേസ് 1ൻ്റെ ആദ്യത്തെ 2 സ്റ്റേജ് ആയിട്ടുള്ള ലെപ്റ്റോട്ടീനും സൈഗോട്ടീനും വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്, വളരെ ചെറിയ ഫേസ് ആണ്, പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. അപ്പം ലെപ്റ്റോട്ടീനിൽ എന്താ സംഭവിച്ചത്? കോമ്പാക്ഷൻ ഓഫ് ക്രോമോസോംസ് ആണ്. സൈഗോട്ടീനിൽ അത് പെയർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദർ ഇസ് ഫോർമേഷൻ ഓഫ് സിനാപ്സിസ്. അങ്ങനെ നമുക്ക് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഒക്കെ കാണാം. അങ്ങനെ 2 ഹോമോലോഗസ് ക്രോമോസോം വന്നിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബൈവാലന്റ് എന്ന് വിളിക്കുന്നത്. ഇത്ര മനസ്സിലായല്ലോ? സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ദ പാക്കിറ്റീൻ. During this stage, the 4 chromatids of each bivalent chromosome become distinct and clearly appears as tetrad. ആ 4 ക്രൊമാറ്റിഡ്സും നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ഈ സ്റ്റേജിലാണ്. അതിനെയാണല്ലോ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് സ്റ്റേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ്, the sites at which crossing over occurs between the non-sister chromatids of the homologous chromosomes. സോ ഞാനിപ്പോൾ വരച്ച ഈ ഒരു സ്ട്രക്ചറിൽ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഏതൊക്കെയാണെന്ന് അറിയാമോ?
അടുത്ത് വന്നിരിക്കുന്ന രണ്ട് ക്രോമോസോമിൻ്റെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ് ഈ രണ്ട് ക്രൊമാറ്റിഡ്സും. സോ ഈ ഒരു സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾസ്, ഈ ക്രോമോസോമിൽ റീകോമ്പിനേഷൻ നൊഡ്യൂൾസ് ഫോം ചെയ്യും. ആ സൈറ്റുകളിൽ വെച്ച് ഈ രണ്ട് ക്രോമോസോമുകൾ ക്രോസ് ഓവർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറും. ഇത് രണ്ടും തമ്മിലല്ല വെച്ച് മാറുന്നത്, ഓക്കെ, ഇത് രണ്ടും തമ്മിലാണ് വെച്ച് മാറുന്നത്. ദാറ്റ് ഈസ് ദേ ആർ ദ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ക്രോസിംഗ് ഓവർ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു ഹോമോലോഗസ് ക്രോമോസോം. അപ്പോൾ വാട്ട് ഈസ് ക്രോസിംഗ് ഓവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു homologous chromosomes. Crossing over is also an enzyme mediated process and the enzyme involved is called recombinase. ഒരു enzyme mediated process ആണിത്. സെല്ലിനകത്ത് എൻസൈം ഉണ്ടല്ലോ, സെല്ലിനകത്തുള്ള റീകോമ്പിനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം വെച്ചിട്ടാണ്, ആ എൻസൈം മീഡിയേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ക്രോസിംഗ് ഓവർ. So the crossing over leads to the recombination of genetic material on the two chromosome. ഈ രണ്ട് ക്രോമോസോമിലെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറും. അപ്പോൾ എന്ത് പറ്റും, ഒരു റീകോമ്പിനേഷൻ, ഒരു പുതിയ മെറ്റീരിയലാണ് ഉണ്ടാകുന്നത് അല്ലേ. ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു രീതി അല്ലാതെ പുതിയൊരു ടൈപ്പിലേക്ക് മാറുകയാണ് അതിൻ്റെ ഘടന. Recombination between homologous chromosome is completed by the end of Pachytene, leaving the chromosome linked at the site of crossing over. അപ്പോൾ പാക്കറ്റീൻ സ്റ്റേജിൽ ക്രോസിംഗ് ഓവർ കംപ്ലീറ്റ് ആകും. പാക്കറ്റീൻ സ്റ്റേജ് കഴിയുമ്പോഴത്തേന് ഈ ക്രോസിംഗ് ഓവർ സൈറ്റുകളിൽ ഈ രണ്ട് ക്രോമോസോമും ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജാണ് പാക്കറ്റീൻ. അത് ഇച്ചിരി ലോങ്ങർ സ്റ്റേജ് ആണ്. ദ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് ദ ഡിപ്ലോട്ടീൻ. The beginning of diplotin is recognized by the dissolution of the synaptonymal complex and the tendency recombined homologous chromosome of the bivalent to separate from each other except at the site of crossing over. അപ്പോൾ ഇത്ര നേരം ഒന്നിച്ചിരുന്ന ആ ഒരു കോംപ്ലക്സ് പെയർ ചെയ്തിരിക്കുമായിരുന്നല്ലോ, ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യും, ഇത് സിനാപ്റ്റോണിയൽ കോംപ്ലക്സ് അങ്ങ് ഡിസൊല്യൂഷൻ നടക്കുന്നതായിട്ട് കാണാം. ഈ കോംപ്ലക്സ് ഡിസൊല്യൂഷൻ നടക്കുക എന്ന് പറയുമ്പോൾ ആ പെയർ ചെയ്ത് രണ്ട് ഹോമോലോഗസ് ക്രോമോസോംസും സെപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് സെപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ രണ്ടിടത്ത് വെച്ച് അതിൻ്റെ ആ ക്രോസിംഗ് ഓവർ സൈറ്റിൽ വെച്ച് ക്രോസ് ഓവർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഒന്നിൻ്റെ മേലിലേക്ക് ക്രോസ് ഓവർ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം മാത്രം വിട്ടു പോകത്തില്ല, ബാക്കി ഇങ്ങനെ എല്ലാം അകന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അങ്ങനെ അകന്ന് പോകുമ്പോൾ എന്ത് പറ്റും, ആ ക്രോസ് ഓവർ ചെയ്ത സ്ഥലം മാത്രം ക്രോസ് ചെയ്ത് തന്നെ ഇരിക്കുമല്ലേ. ദീസ് എക്സ് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് കയാസ്മേറ്റ. അങ്ങനെ വരുന്ന ആ ഒരു എക്സ് ഷേപ്ഡ് സ്ട്രക്ചറിനെയാണ് കയാസ്മേറ്റ എന്ന് വിളിക്കുന്നത്. ഇൻ oocytes of some vertebrates, diplotin can last for months or years. ചില വെർട്ടിബ്രേറ്റ്സിൻ്റെയൊക്കെ oocyteകളിൽ ഡിപ്ലോട്ടീൻ സ്റ്റേജിലായിരിക്കും ചില സെല്ലുകളുടെ മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്തിടുകയും, മിയോട്ടിക് ഡിവിഷൻ ഈ ഒരു സ്റ്റേജിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ കുറേ നാളുകൾ നിൽക്കും, മന്ത്സ് ആൻഡ് ഇയേഴ്സ് വരെ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ട് കാണും. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ റീപ്രൊഡക്ഷൻ. അത് നമ്മൾ പിന്നെ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കും. അതല്ലാതെ ഇപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക, മിയോസിസിൽ ഡിപ്ലോട്ടീൻ സ്റ്റേജിലാണ് ആ കയാസ്മേറ്റ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ ഫൈനൽ സ്റ്റേജ് മിയോട്ടിക് പ്രോഫേസ് 1 ഈസ് ഡയാകൈനസിസ്. ദിസ് ഈസ് മാർക്ഡ് ബൈ terminalization of chiasmata. During this phase, the chromosomes are fully condensed and the meiotic spindle is assembled to prepare homologous chromosome for separation. By the end of diakinesis, the nucleolus disappears and the nuclear envelope also breaks down. Diakinesis represents transition to metaphase. അപ്പം മെറ്റാഫേസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജാണ് ഡയാകൈനസിസ്. അപ്പോൾ ഇവിടെ കയാസ്മേറ്റ ടെർമിനലൈസേഷൻ നടക്കുകയാണ്, അതായത് കയാസ്മേറ്റയും സെപ്പറേറ്റ് ആവുകയാണ്. എന്നിട്ട് നമ്മുടെ ക്രോമസോം ഫുള്ളി കണ്ടൻസ്ഡ് ആകുന്നു. ശേഷം മിയോട്ടിക് സ്പിൻഡിൽ, നമ്മൾ മൈറ്റോസിസിൽ മൈറ്റോട്ടിക് സ്പിൻഡിൽ അറേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നോ, എവിടെ, സെല്ലിൽ ന്യൂക്ലിയസിനകത്ത് നടക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ ഇത്ര നേരം പറഞ്ഞത്, പേരൻറ് സെല്ലിൽ ന്യൂക്ലിയസിനകത്ത്. അതേസമയം ആ പേരൻറ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ സെൻട്രിയോൾസ് മൈറ്റോട്ടിക് സ്പിൻഡിൽ ഉണ്ടാക്കുന്ന നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചു. ഇവിടെ അതേസമയം മിയോട്ടിക് സ്പിൻഡിൽ എറേസ് ചെയ്യും സെൻട്രിയോളിൽ നിന്നും. ആൻഡ് ദേ ആർ അസംബിൾഡ് ടു പ്രിപ്പയർ ഹോമോലോഗസ് ക്രോമോസോം ഫോർ സെപ്പറേഷൻ. മൈറ്റോസിസിൽ പഠിച്ച പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെറ്റാഫേസ് 1ലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പ്രോഫേസ് 1ലെ ഈ ഒരു സ്റ്റേജുകളുടെ എല്ലാം പിക്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.